നമ്മുടെ പ്രിയപ്പെട്ട ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ! നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ വേദിയിൽ വെച്ച് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയുണ്ടായി എന്ന് സതീശൻ ജി പറയുകയുണ്ടായി. ഇതിന് ശേഷമുണ്ടായ മെഴുകലിനെ തുടർന്നാണ് സതീശൻ ജി ഈ കാര്യം നമ്മളോട് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് കാണാം. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതിയെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തെറ്റുപറ്റിയതാകാനാണല്ലോ സാധ്യത, അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുപറ്റിയതാണോ? ഇതൊന്ന് കണ്ടു നോക്കി. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട VD സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. അപ്പം നമ്മൾ ഈ കണ്ടത് ഒരുപക്ഷെ നഗ്ന നേത്രങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഈ ലോകത്താകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. അതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ ഈ പുതുയുഗ യാത്രയുടെ വേദിയിൽ വെച്ച് സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ജാഥ ക്യാപ്റ്റനെ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ ക്ഷണിക്കണ്ടേ എന്നല്ലേ ഷാഫിയ പറഞ്ഞത് സതീശ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ വന്ന സതീശനൊക്കെ മെഴുകാൻ വേണ്ടി ഇരിക്കുമ്പോൾ മാധ്യമങ്ങൾ മുഴുവനും ചുറ്റിലുമുണ്ടല്ലോ. ഈ മാധ്യമങ്ങളെയൊക്കെ നിങ്ങൾ പലതരത്തിൽ പറയുമ്പോഴും വിമർശിക്കുമ്പോഴും നിങ്ങൾ പൊള്ളത്തരമാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും ക്യാമറയ്ക്ക് ഈ പൊള്ളത്തരം പറയാൻ അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി മാധ്യമ പ്രവർത്തകരുടെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്യാമറ ഇങ്ങനെ പറയൂ എന്നുള്ളതിലൊരു സംശയമുണ്ട്. അപ്പോൾ ഈ ജാഥ നടക്കുന്ന സമയത്ത് VD സതീശനെ ക്ഷണിച്ചത് DCC സെക്രട്ടറി ആയിട്ടുള്ള പ്രമോദ് കക്കട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഷാഫി, എന്നെ വിളിച്ചിട്ട് വേണ്ടേ വിളിക്കാനായിട്ട്? ഞാൻ MP ആയ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശനെയാണോ ആദ്യം വിളിക്കേണ്ടത് എന്നുള്ളൊരു തർക്കം അവിടെ ഉടലെടുത്തു എന്നുള്ളതാണ്. ഈ തർക്കം ഉടലെടുത്തതിന് ശേഷമാണ് ആ സ്റ്റേജിലേക്ക് വലിഞ്ഞു കയറി വന്ന് പ്രമോദ് കക്കട്ടിൽ വീണ്ടും ഷാഫി MP പ്രസംഗിക്കും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് സതീശൻ ജി പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണെന്ന്. ശരിയാണ്, നമുക്ക് തെറ്റുപറ്റിയതാണ്. ഇതൊരു കുടുംബ പ്രശ്നമാണ്. കാരണം ഒരിക്കൽ സുധാകരൻ ജിയും സതീശൻ ജിയും സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് മൈക്കിന് വേണ്ടി തർക്കമുണ്ടായത്. ഞങ്ങളത് മറന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞങ്ങൾ മറന്നല്ലോ, പക്ഷെ മറന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കുകൾ വളരെ സഭ്യമായതും മൈക്ക് തട്ടിപ്പറിക്കലും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷെ ഞങ്ങളത് മറന്നുപോയി, സത്യമായിട്ടും മറന്നുപോയി, ഞങ്ങളത് ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം അതിന് മുമ്പാണെന്ന് തോന്നുന്നു ഈ നേതാക്കളുടെ ബാഹുല്യം കാരണം, കൂടുതൽ നേതാക്കൾ ഉള്ളതാണല്ലോ ഒരു പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ഒരു സ്റ്റേജ് ഇടിഞ്ഞു വീണിരുന്നു. അതും ഞങ്ങൾ മറന്നുപോയി കേട്ടോ. മറന്നു പോയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടും ഞങ്ങളിത് മറന്നുപോയി. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെള്ളിത്തളികയിലേക്ക് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പുതുയുഗ യാത്ര പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നയിക്കുന്നത്. അപ്പോൾ VD സതീശൻ ജി തന്നെ പറയുന്നത് ഇത് കുടുംബത്തിലെ തർക്കമാണെന്ന്. അപ്പം നിങ്ങളുടെ വീട്ടിൽ 24 മണിക്കൂറും തർക്കമാണോ ഡേ? തർക്കം ഒഴിഞ്ഞിട്ട് വേറെ പരിപാടികളൊന്നും നേരെ ചൊവ്വയുള്ള സംസാരങ്ങളൊന്നും അവിടെ നടക്കണില്ലേ? ഇനി തർക്കമാണ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, സതീശൻ ജി തന്നെ പറഞ്ഞതാണ്. ഇതൊക്കെ കേട്ടു നോക്ക്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലെ കാര്യമല്ലേ? ഇതിനിടയിൽ ഒരു സ്നേഹപ്രകടനം കൂടി ആ സ്റ്റേജിൽ നടന്നു എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തു. അതായത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും കഴുത്തിന് പിടിച്ച് വലിക്കുന്നു. ഈ കുടുംബത്തിലെ സ്നേഹം കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. ഈ കഴുത്തിന് പിടിച്ച് വലിക്കും, ഇങ്ങനെ പിടിച്ച്
അമക്കി അങ്ങ് പിടിക്കും. അതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ പ്രമോദ് കക്കട്ടിലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് അല്ല, അത് സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മനസ്സിനെ മാത്രമല്ല, ഇപ്പം നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൂടി സ്വയം വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഭരണം ഞങ്ങൾ ഏൽപ്പിക്കണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒന്ന് പറയണേ, 24 മണിക്കൂറും കുടുംബത്തിൽ ഇത്തരത്തിലുള്ള സ്നേഹം കൊണ്ടുള്ള അടിപിടികൾ, ആഭാസ വിളികൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ആരെങ്കിലും പെണ്ണ് കെട്ടിച്ച് വിടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി നിങ്ങളുടെയൊക്കെ ഒരു രീതിയിൽ എങ്ങനെയാണ് എന്നറിയില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കലാണല്ലോ ഈ ഭരണം മാറുക എന്നുള്ളത്. കാരണം 2 ടൈമിൽ ഞങ്ങളൊരു ഭരണം ഊട്ടി ഉറപ്പിച്ചതിൻ്റെ പൊറുതികേട് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജനം വിചാരിക്കുന്നത് മറ്റൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. അല്ലടോവേ, എനിക്ക് മനസ്സിലാവാത്തത് ഈ ഭരണം ഏൽപ്പിക്കാൻ മൂന്നാമതൊരാളെ ചിന്തിച്ചുകൂടെ ജനത്തിന് എന്നുള്ളതാണ്. 2 കൂട്ടരും ഒന്ന് നന്നാവട്ടെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയാലോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. കാരണം ഒരു ഭാഗത്ത് മുഖ്യൻ്റെ അടുത്ത് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യം പറയും ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറയും. ഇപ്പുറത്താണെങ്കിൽ സ്റ്റേജിലിരിക്കാൻ ബഹളം, സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ബഹളം, ഇതെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ ഷാഫി പറമ്പിൽ MP-യോടാണ്. താങ്കളൊരു പുതിയ യുവജന നേതാവാണല്ലോ. അപ്പോൾ ഇത്രയും കാലം പ്രവർത്തിച്ചതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രവർത്തന പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു മര്യാദ കാണിക്കണ്ടേ? പ്രോട്ടോക്കോൾ എന്നുള്ള കാര്യമൊക്കെ വിട്ടുകൊണ്ട് നമ്മൾ ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ആകണ്ടേ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഈ ഭരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് സതീശൻ്റെ ഈ വിയർപ്പൊഴുകിക്കൊണ്ട് നാട് നീളെ ഇങ്ങനെ തെണ്ടുന്നത്. അതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പൊക്കെ എത്തിക്കണോ എന്നുള്ളതാണ്. എന്തായാലും ബഹുകുത്ത് MP-ക്ക് അത് ഭയങ്കര ക്ഷീണമായി എന്നാണ് തോന്നുന്നത്. പക്ഷെ ജനം ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള വാഴാസിനെയാണോ ഞങ്ങൾ ഭരണം കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നുണ്ട്. അപ്പോൾ നേതാക്കളായാലും ചില പ്രോട്ടോക്കോളുകളും കാര്യങ്ങളുമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പൊതുസമ്മേളനം, പൊതുവേദിയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ആർക്കൊക്കെയുണ്ട് സ്പേസ്, ജാഥയുടെ സമയം എത്ര മണിവരെയാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്, അതിനുള്ളിൽ ആ ടൈമിനുള്ളിൽ ആരൊക്കെ പ്രസംഗിച്ച് തീർക്കണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ എന്നുള്ളതാണ്. മാത്രമല്ല ചില സമയത്തൊക്കെ നമ്മുടെ മഹിമ എന്ന് പറയുന്നത് നമ്മളെ അതായത് എല്ലാവരുടെയും മനസ്സിൽ നമ്മളോടൊരു വലിയ പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനത്തെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും അടിയിലേക്ക് സാധാരണ ഒരു പ്രവർത്തകനായി മാറി ജനങ്ങളോട് സംവദിക്കാനും ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തല്ലുകൂടാതെയൊക്കെ ഇരിക്കാനും പഠിക്കുമ്പോഴാണ്. അപ്പോൾ പറയും, കണ്ടോ ഷാഫി മാറി നിന്നു, എത്ര ഉചിതമായ ഇടപെടലായിരുന്നു അവിടെ നടന്നത് എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് സത്യത്തിൽ ഈ ഐക്യ മുന്നണിയുടെ എല്ലാ നേതാക്കൾക്കുമുണ്ട്. പിന്നെ ഷാഫിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീട്ടിൽ കെട്ടുറപ്പ് എന്ന് പറയുന്നത് കെട്ടി ഇങ്ങനെ പിടിക്കുന്നതും കഴുത്തിൽ പിടിച്ച് വലിക്കുന്നതുമൊക്കെയാണ് ആ കുടുംബത്തിലെ സ്നേഹപ്രകടനങ്ങൾ എന്ന് കണ്ടു വളർന്നു വരുന്ന ഈ കുട്ടി തലമുറ ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കാം പ്രവർത്തിച്ചത്. നമ്മൾ കാണുന്നതാണല്ലോ പഠിക്കുന്നത്, അത് ശീലമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണല്ലോ പഠിക്കുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എങ്ങനെയാണ് ഭരണം നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുജനത്തോടൊന്ന് ബോധിപ്പിച്ചാൽ നന്നായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ ഇന്ത്യ ലൈവിന് തന്നിട്ടുള്ള എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുകയാണ്. കൂടാതെ വീണ്ടും ആ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുക കൂടി ചെയ്യുകയാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ അമർത്തുക. മാത്രമല്ല ചാനൽ കാണുന്ന വീഡിയോകൾക്കെല്ലാം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.